അസ്സലാമു അലൈക്കും. നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വലിയ സ്വപ്നമുണ്ടോ? ഇന്ന് തന്നെ ചോദിക്കൂ. ഇതൊരു ഇസ്ലാമിക് മോട്ടിവേഷൻ സ്റ്റോറിയാണ്. ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ മറ്റൊരാളുടെ മനസ്സിലും നല്ലൊരു ചിന്തയും ആഗ്രഹവും ജനിക്കുമെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ നന്മ ലഭിക്കും. ഈ കഥ ആരംഭിക്കുന്നത് ഒരു മദ്രസയിലാണ്. അവിടെ ഒരു ചെറിയ പെൺകുട്ടി, പേര് ഫാത്തിമ. ഒരു ദിവസം ഉസ്താദ് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിൻ്റെ കഥ പറഞ്ഞു. അത് കേട്ട് ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലൊരു വലിയ സ്വപ്നം ജനിക്കുകയാണ്. ഹജ്ജ് എന്നൊരു സ്വപ്നം. ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ 5-ാമത്തേതാണ് ഹജ്ജ് എന്നും ഹജ്ജ് ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല എന്നും അതിനെല്ലാം ഒരു നിയമമുണ്ടെന്നും ഉസ്താദ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശരീരശക്തിയും പണവും ഉള്ളവന് മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ. എന്നാൽ നമുക്കൊക്കെ എന്നും ദുആ ചെയ്യാം. അള്ളാഹുവിനോട് എന്നും ദുആ ചെയ്യാം. ആഗ്രഹം നമ്മുടെ മനസ്സിൽ വേണം. എന്നാലാണ് അള്ളാഹു നമ്മെ ഹജ്ജിനായി വിളിക്കുകയുള്ളൂ, നമുക്ക് ആ അവസരം ലഭിക്കുകയുള്ളൂ. അങ്ങനെ അന്ന് ആ മദ്രസയിൽ കേട്ട ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ കുഞ്ഞു ഫാത്തിമയുടെ മനസ്സിലിങ്ങനെ ഹജ്ജിനോടുള്ള വല്ലാത്തൊരു പ്രേമം ജനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ വീട്ടിലെത്തിയ ശേഷം ഉമ്മയോട് ഇതിൻ്റെ ബാക്കിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൾ ഉമ്മയോട് ചോദിച്ചറിഞ്ഞു. ഉമ്മ അതിനെല്ലാം മറുപടി പറഞ്ഞു. പക്ഷേ ഉമ്മ പറഞ്ഞത് ഇതായിരുന്നു: ഒരുപാട് പണം വേണം നമുക്ക് ഹജ്ജിന് പോവാൻ. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, എനിക്ക് കിട്ടണം ചെറിയ സമ്പാദ്യം, കുഞ്ഞു നാണയങ്ങൾ ഞാൻ ഒരു കുപ്പിയിലിട്ട് വെക്കട്ടെ, അത് നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹജ്ജിന് പോയിക്കൂടെ. അതാണ് ആ കുഞ്ഞു ഫാത്തിമയുടെ മനസ്സിലുണ്ടായിരുന്നത്. അവളുടെ കുഞ്ഞു മനസ്സിൽ അത്രയാണ് അന്നുണ്ടായിരുന്നത്. അങ്ങനെ അവൾ ദിവസങ്ങളോളം അവൾക്ക് കിട്ടുന്ന സമ്പാദ്യമെല്ലാം സൂക്ഷിച്ചു വെച്ചു. നമ്മുടെ കുഞ്ഞു ഫാത്തിമ വളർന്നു. അതിനനുസരിച്ച് അവളുടെ സമ്പാദ്യം പിന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ആ ഒരു മദ്രസയിൽ തുടങ്ങിയ ആ ആഗ്രഹം അവൾ വിട്ടതേയില്ല. അവൾ വളരുന്നതിനനുസരിച്ചും ആ ആഗ്രഹം കൂടി വന്നു. അവൾക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു പൈസകൾ അവൾ ബാങ്കിൽ നിക്ഷേപിച്ചു. അങ്ങനെ അവൾക്ക് ഒരു ജോലി ലഭിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അവൾക്കൊരു ജോലി ലഭിക്കുകയാണ്. ഇതാണ് പറഞ്ഞത് അല്ലേ, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നീട് അവൾക്ക് ആ ഒരു ജോലിയിൽ നിന്നും കിട്ടുന്ന സാലറിയിൽ നിന്നും കിട്ടുന്ന പകുതി പണം അവൾ ഹജ്ജിന് വേണ്ടി നിക്ഷേപിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൾക്കും ഉമ്മയ്ക്കും ഹജ്ജിന് പോവാനുള്ള അവസരം ഒത്തുവരികയാണ്. കുടുംബം ബുദ്ധിമുട്ടിയ ചില സമയങ്ങളിൽ പോലും അതിൽ നിന്ന് പണമെടുക്കാൻ അവൾ മടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾക്കും ഉമ്മയ്ക്കും ഹജ്ജിന് പോകാനുള്ള ഒരു അവസരം ഒത്തു വരികയാണ്. അവൾ കഅബ കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയ കുപ്പിയിൽ തുടങ്ങിയ ആ ഒരു സമ്പാദ്യമാണ് ഇന്ന് ഇവളെ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞു സമ്പാദ്യത്തോടൊപ്പം അതിയായ ആഗ്രഹവും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഫാത്തിമ അള്ളാഹുവിൻ്റെ ഹജ്ജിൻ്റെ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് കഅബയിലെത്തിയിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കളെ, ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിലും ഇതുപോലുള്ള ആഗ്രഹമുണ്ടോ? അവർക്ക് ഹജ്ജിനെ കുറിച്ചിട്ട് എന്തറിയാം? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അവരുടെ മനസ്സിലും ആ ആഗ്രഹം ജനിപ്പിക്കണ്ടേ? നിങ്ങളുടെ കുട്ടികളുടെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളുണ്ടോ? അതോ സിനിമയും ടൂറും വിനോദവും മാത്രമാണോ അവരുടെ ആഗ്രഹങ്ങൾ? അള്ളാഹുവിൻ്റെ വീടിനെ കാണാനുള്ള ഒരു വിശുദ്ധ സ്വപ്നം അവർക്കുള്ളിലുണ്ടോ? ഇന്ന് തന്നെ ചോദിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലും കുട്ടികൾക്കും ഷെയർ ചെയ്യൂ. ആഗ്രഹങ്ങളാണ് നമ്മെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. അതിനുള്ള മനഃശുദ്ധിയും നമുക്ക് അള്ളാഹു നൽകട്ടെ.